സംസാരിച്ചു വരുന്ന അച്യുതനും ഹരിപ്രസാദും. അവിടെ എത്തുന്ന അമ്പിളി. ഹരിയേട്ടാ, നന്ദേച്ചിയെ കുറിച്ച് പിന്നെന്തെങ്കിലും വിവരം? ഞാൻ പിന്നെ കോണ്ടാക്ട് ചെയ്തില്ല. ഹരി, ഒരു കത്തുണ്ട്. നന്ദനെ അയച്ച കത്ത് വായിക്കുന്ന ഹരിപ്രസാദ്. ഹരിയേട്ടന്റെ സുഖമാണോ? എല്ലാ ദിവസവും ഞാൻ ഓർക്കാറുണ്ട്. ഇനി എന്നാ തമ്മിൽ കാണാ? ഹരിപ്രസാദ് നന്ദനയ്ക്ക് മറുപടി എഴുതുന്നു. കഴിഞ്ഞ വർഷം തന്റെ ബർത്ത്ഡേക്ക് നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഈ വർഷം ഇങ്ങനെ. അടുത്ത പിറന്നാളിനോ? മനീഷിന്റെ പോക്കറ്റിൽ പണം കാണുന്ന സുമിത്ര. നമ്മുടെ ആടിനെയും പശുവിനെയും ആരോ കട്ടോണ്ട് പോയി. എന്റെ ആടിനെയും പശുവിനെയും വിറ്റ് കിട്ടിയ കാശ് എവിടെയെന്ന്? വിറ്റെന്നോ? അമ്മ എന്തേ പറയുന്നേ? പിന്നെ ഇത് എങ്ങനെ വന്നടാ? അമ്മ, ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? പ്രതാപവർമ്മ തന്റെ സുഹൃത്തിനെ യാദൃച്ഛികമായി കണ്ടുമുട്ടുന്നു. അവർ നന്ദന വർക്ക് ചെയ്യുന്ന ഓഫീസിലെത്തുന്നു. നിങ്ങൾ ഈ പറയുന്ന പാർട്ടിയില്ലേ നന്ദന? പണ്ടേ കോലോത്തെ ഏതൊരു കക്ഷിക്ക് പിഴച്ചുണ്ടായ കൊച്ച. സ്ഥാപനത്തിനെ ചീത്തപ്പേരുണ്ടാവാണ്ട് സൂക്ഷിക്കണം. നന്ദനയെ MD ഓഫീസ് മുറിയിലേക്ക് വിളിപ്പിക്കുന്നു. ഇനി തുടർന്ന് കാണുക. ദാ ശമ്പളത്തിന്റെ ബാക്കിയുള്ള ചെക്ക. എമൗണ്ട് കറക്റ്റ് അല്ലെന്ന് നോക്കൂ. സർ, ഇപ്പോഴിത് അത് മാത്രമല്ല, ദാ ഇതുകൂടി ഉണ്ട്. തുറന്നു നോക്കൂ. യു ആർ ടെർമിനേറ്റഡ്. നാളെ മുതൽ ഇയാൾ ജോലിക്ക് വരണ്ട. സർ, ഞാൻ വർക്ക് കുറവാണ്. കമ്പനി വലിയ ലാഭത്തിലുമല്ല. ഒരാൾക്ക് കൂടെ വെറുതെ ശമ്പളം കൊടുക്കാനുള്ള സിറ്റുവേഷൻ ഇല്ല. സർ, എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ്, ഞാൻ എന്തെങ്കിലും... നോ 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 നോ, ഒരിക്കലുമില്ല. എന്റെ നിവൃത്തിയോടുണ്ട്. സർ, പ്ലീസ് സർ. ആ ജേക്കബ്, എപ്പോഴാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്? ഹലോ, ശരിക്കും കേൾക്കാൻ പറ്റുന്നില്ല. ആ പറയൂ, എവിടെയാ? കാലിക്കറ്റിലോ? ഓ അത് ശരി. ആ, എത്ര മണിക്ക് വരണം? 9 മണിക്കോ? ഓ ആയിക്കോട്ടെ, എത്തിക്കോളാം. ഓക്കെ, തീർച്ചയായും. ഇല്ലില്ല. അല്ല, വേറെ ആരൊക്കെ ഉണ്ടാവും? ഓ അത് ശരി. ഓക്കെ.
ശേഖരന്റെ വീട്? അതെ, ഞാനാ ശേഖരൻ. നിങ്ങളുടെ സഹോദരി ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. എനിക്കങ്ങോട്ട് പറയാം. അതിനു മുൻപ് സിസ്റ്ററെ ഒന്ന് വിളിച്ചാട്ടെ. സുമിത്രേ, സുമിത്രേ, കയറിയിരിക്കാം. വാ വാ. എൻ്റെ പേര് ചന്ദ്രൻപിള്ള. സെന്റ് മേരി സ്കൂളിനടുത്താ വീട്. 10-17 വർഷമായി കുവൈറ്റിലാ. ഓ, വന്ന കാര്യം പറയാം. നിങ്ങളുടെ ഭർത്താവും ഞാനുമായി ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു, വീട് പണി. ഏകദേശം 12 ലക്ഷത്തോളം രൂപ ഞാൻ ശിവരാമന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി തുകയ്ക്കുള്ള പണി പോലും നടത്തിയിട്ടില്ല. ശിവരാമേട്ടൻ അങ്ങനെ ആരും പറഞ്ഞു പറ്റിക്കുന്ന ആളല്ലായിരുന്നു. പറ്റിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല. വേറെ ഏതോ കോൺട്രാക്ട് വർക്കിന് ബാക്കി പൈസ മറിച്ചതാ. എന്നിട്ട് പറഞ്ഞ കാലാവധിക്കുള്ളിൽ എൻ്റെ പണി ഫിനിഷ് ചെയ്ത് തരാമെന്ന് കണക്കൂട്ടി കാണും. അതിനു മുമ്പ് പൊള്ളി പോയി. അതാ സംഭവിച്ചത്. വെറുതെ കയറി വന്ന് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ എല്ലാത്തിനും രേഖകളുണ്ട് എൻ്റെ കയ്യിൽ. അത് വെച്ചാ ഞാൻ കേസ് കൊടുത്തതും അതിൻ്റെ പേരിൽ വീട് അറ്റാച്ച് ചെയ്തതും. അതെ, ഞാനാ അതിലെ കക്ഷി. മനസ്സുകൊണ്ട് നിങ്ങൾ ആ വീട് ഉപേക്ഷിച്ചതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ അറ്റാച്ച്മെന്റ് നോട്ടീസ് വന്നപ്പോഴേ ആ പനയ്ക്ക വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നത്. അതുകൊണ്ടല്ല, ഞങ്ങൾക്ക് ആ വീട് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. എന്നാൽ എൻ്റെ പണം ഇങ്ങനെ തന്നേക്ക്, നമുക്ക് ഒത്തുതീർപ്പാക്കാം. 12 ലക്ഷം രൂപയും അതിന്റെ പലിശയും. ഒരു വിട്ടുവീഴ്ച എന്നുള്ള നിലയ്ക്ക് പലിശ വിട്ടേക്കാം. 12 ലക്ഷം തന്നാ മതി. അത്രയും പണം ഞങ്ങളെ കൊണ്ട് നിവർത്തിയില്ല. എങ്കിൽ വീട് നഷ്ടപ്പെടും. അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഞങ്ങൾ വേറെ കേസ് കൊടുക്കും. മോനായിരിക്കും. നിങ്ങൾക്ക് വേറെ നിവൃത്തിയില്ലാത്തതുപോലെ എനിക്ക് നിവൃത്തിയില്ല. 12 ലക്ഷം രൂപ പോട്ടെന്ന് വെക്കാൻ പറ്റുമോ? ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. കയ്യിലില്ലാത്തോണ്ടാ സാറേ. അളിയൻ മരിച്ചത് പിന്നെ ഇവരുടെ കാര്യം പരുങ്ങില്ല. പിന്നെ ഒരു സാവകാശം കിട്ടിയ എങ്ങനെ ഉണ്ടാകും കാശ്? എവിടെ നിന്നുണ്ടാവും? വല്ല ഗ്യാരണ്ടി ഉണ്ടോ? സുമിത്ര പറയട്ടെ. ഞാനൊരു ഹെൽപ്പ് ചെയ്യാം. ന്യായമായ വില തന്ന് പനക്കലെ വീടും ആ സ്ഥലവും ഞാൻ എടുത്തോളാം. ഭംഗിവാക്ക് പറഞ്ഞതല്ല, അങ്ങോട്ടൊരു സഹായം ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ മതി. ശേഖരന് മനസ്സിലായി കാണുമല്ലോ. അതൊരു നല്ല ആശയ സുന്ദരൻ. 6 ലക്ഷം രൂപയ്ക്കകത്തുള്ള ജോലി ശിവരാമൻ വീടിനകത്ത് നടത്തിയിട്ടുണ്ട്. ബാക്കി 6 ലക്ഷം രൂപ എനിക്ക് കിട്ടാനുമുണ്ട്. ഇനി നിങ്ങളൊരു വില പറ. വീടും സ്ഥലം നിങ്ങളേതല്ലേ? പറഞ്ഞാട്ടെ. പറയണം. എനിക്കറിഞ്ഞൂടാ ശേഖരേട്ടാ. അതിപ്പോ അധികമൊന്നും ചോദിക്കുന്നില്ല. ഒരു 25 ലക്ഷം. 25 ലക്ഷത്തിനാണെങ്കിൽ ആലോചിക്കാം. 25 ലക്ഷമോ? തമാശ പറയാണോ നിങ്ങള്? അല്ല, അത്രയും സ്ഥലം. എത്രയും സ്ഥലം? ഞാൻ പനയ്ക്ക് പോയി കണ്ടിട്ടാ വരുന്നത്. വീട്ടിലേക്ക് വാലുപോലൊരു വഴിയുണ്ടെന്നുള്ളതല്ലാതെ എന്ത് സ്ഥലം? പഴയ മോഡൽ ഓടിയിട്ടൊരു വീട്. ജംഗ്ഷനിലെ വീട് വിട്ടിട്ട് എന്റെ കുടുംബം ഇവിടെ വന്ന് താമസിക്കാനോ? ശേഖരൻ ചോദിച്ചതിന്റെ പകുതി വില പോലും ആ സ്ഥലത്തിന് കിട്ടില്ല. ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച ഒരു തുക പറയാം. 10 ലക്ഷം രൂപ. ലക്ഷം രൂപയോ? അതൊന്നും പറ്റില്ല. ആവേശം കൊണ്ട് കാര്യമില്ല. നീ ലോക വിവരം വേണം. ഫൈനലായിട്ട് ഞാൻ പറയാം, 12 ലക്ഷം. ശിവരാമന് ഞാൻ ടോട്ടലായി കൊടുത്ത എമൗണ്ട്. തരാനുള്ള 6 പോയിട്ട് ബാക്കി 6 ലക്ഷം രൂപ അങ്ങോട്ട് തരാം. നഷ്ടമാ, എന്നാലും സാരമില്ല. എന്തു പറയുന്നു? കേസ് തുടരണോ അതോ
ഡീൽ ഉറപ്പിക്കണം. സുമിത്ര എന്ത് പറയുന്നു? എനിക്കൊന്ന് ആലോചിക്കണം. മതി, ആലോചിച്ചിട്ട് മതി. അധികം ലേറ്റ് ആക്കണ്ട. അപ്പൊ ശരി. എന്താ മോളെ, ഇന്നെന്താ നേരത്തെ? ഹർത്താലോ മറ്റോ ആണോ? മോളെ, സുഖമില്ലേ നിനക്ക്? എന്തു പറ്റി കുട്ടി? എന്താ ഇത്? മുത്തശ്ശിയെ ഇങ്ങനെ വിഷമിപ്പിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ കുഞ്ഞേ. ഇനി മുതൽ ഓഫീസിൽ പോണ്ട. അതെന്താ? പിരിച്ചുവിട്ടു. പിരിച്ചുവിടുകേ? എന്തിന്? കമ്പനി നഷ്ടത്തിലാണത്രേ. അതൊന്നും അല്ല കാരണം. ഇന്നലെ എവിടെ നിന്നൊരാൾ ഓഫീസിൽ വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശി കുഴപ്പമാണെന്ന്. എനിക്കറിയായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന്. ഇവിടുത്തെ ഉപദ്രവം പോരാഞ്ഞിട്ട് അയാൾ അവിടെ എത്തിയോ? എങ്കിൽ അതൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. എന്തിനാ മുത്തശ്ശി? അതുകൊണ്ട് എന്ത് കാര്യം? എനിക്ക് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ടില്ലേ എന്ന് കരുതി വെറുതെ വിടാനോ? വർമ്മയെ അങ്ങനെ മിടുക്കനാവണ്ട. അയാള് കാണിച്ച തെമ്മാടിത്തരം നമുക്ക് മനസ്സിലായെന്ന് അയാളെ അറിയിക്കണം. അല്ലെങ്കിൽ നാളെ ഇതിനപ്പുറത്തെ വൃത്തികേട് കാണിക്കും. പക്ഷേ വീണ്ടും അതൊരു വഴക്കാവില്ലേ? ആവട്ടെ, ഇതങ്ങനെ വിട്ടുകൊടുക്കാവുന്ന കാര്യമല്ല മോളെ. പകലുറക്കം കഴിഞ്ഞ് വരട്ടെ, പിടിച്ചു നിർത്തി ചോദിക്കുന്നുണ്ട്. വിദ്യാഭാരതി, കടുപ്പത്തിലൊരു ചായ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ചേട്ടന്. പ്രതാപവർമ്മേ, ഓ, എനിക്കൊരു കാര്യം അറിഞ്ഞാ കൊള്ളാം. അറിയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. നന്ദന് നിങ്ങൾക്കൊരു ദ്രോഹവും ചെയ്യുന്നില്ല. നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഇടപെടാനും വരുന്നില്ല. പിന്നെ എന്തിനാ പ്രതാപവർമ്മയായിട്ട് ആ കുട്ടിയുടെ ജോലി കളഞ്ഞത്? ഇത് ഭീരുത്വമാ വർമ്മേ. എന്റെ കുട്ടി ഒരു തൊഴിൽ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താ നഷ്ടം? തരം താണ പ്രവൃത്തിയായി പോയത്. ഈ സാധനത്തിന്റെ ജോലി കളഞ്ഞത് ഞാനാണെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? കോലോത്തമ്മ ജോത്സ്യാലയവും തുടങ്ങിയോ? അതറിയാൻ ജോത്സ്യം അറിയണമെന്നില്ല. ഇന്നലെ നിങ്ങൾ ഓഫീസിൽ ചെന്നെന്ന് ഇവിടെ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പോ അതിനെപ്പറ്റി കൂലങ്കക്ഷമായൊരു ചർച്ച ഇവിടെ നടന്നു. എങ്കിൽ ഞാൻ പറയാം, നിങ്ങളുടെ ഊഹം ശരിയാ. ഇവളുടെ ജോലി തെറിപ്പിച്ചതേ ഞാനാ. നേരത്തെ ഞാനിതിവിടെ പച്ചയ്ക്ക് പറഞ്ഞിരുന്നു. എന്നിട്ടാ ചെയ്തത്. അതുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടായി പ്രതാപവർമ്മയ്ക്ക്? എന്റെ കുട്ടിയുടെ ജോലി ഇല്ലാണ്ടാക്കിയപ്പോ എന്ത് സുഖമാണ് നിങ്ങൾക്ക് കിട്ടിയേ? അതിനൊക്കെ
ഒരു ഡെഫിനിഷൻ പറയാന്ന് വെച്ചാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ഒന്നുണ്ട്, നിർവചിക്കാനാവാത്തൊരു ആത്മസുഖം ഞാൻ അറിയുന്നു. അത് ഒരു തരം പരമാനന്ദമാണ്. എന്റെ വിലക്ക് അവഗണിച്ച് നിങ്ങളൊരു കാര്യം ചെയ്തു, അതിന്റെ അപ്പുറത്തെ പണി ഞാനും ചെയ്തു, അത്രേ ഉള്ളൂ. അത് വലിയ മിടുക്കൊന്നും അല്ല പ്രതാപവർമ്മേ, ആണുങ്ങൾക്ക് ചേർന്ന പണിയുമല്ല. അറിയാം. അതിനേക്കാൾ കൂടുതൽ മിടുക്ക് വരുന്നൊരു കാര്യം ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ നിങ്ങൾക്ക് ചേർന്ന പണി. ഇനി മറ്റേതെങ്കിലും ജോലിയിൽ ഇവളെ പ്രതിഷ്ഠിക്കാൻ നിങ്ങൾ നോക്കുമല്ലോ. വാശിയുള്ള കൂട്ടത്തിലല്ലേ സേതുലക്ഷ്മി? എവിടെ കൊണ്ടുപോയി കുടിയിരുത്തിയാലും ഞാൻ ഈ സാധനത്തിനെ ഇളക്കി എറിഞ്ഞിരിക്കും. ഒളിവും അറിവൊന്നുമില്ല എനിക്ക്. കുതികാല് വെട്ടിയിട്ടുള്ള ശീലവും ഇല്ല. നേരെ വാ നേരെ പോ, അതാ എന്റെ പോളിസി. ആ പോളിസി വെച്ച് പറയാ, എന്നെ ധിക്കരിച്ച ഒരാളും സമാധാനത്തോടെ ഉറങ്ങാൻ ഞാൻ അനുവദിക്കില്ല. എല്ലാത്തിനും കാരണം ഇവളാ. ഇവളുടെ ജീവിതം ഞാനൊരു വഴിക്കാക്കും. നോക്കിക്കോടി. നീ ഇതൊന്നും കാര്യമാക്കണ്ട മോളെ. ചിലരങ്ങനെയാ, കുരച്ചുകൊണ്ടേയിരിക്കും. ചങ്ങലക്കിടേണ്ട സമയം കഴിഞ്ഞു. എത്ര കണ്ടാലും കേട്ടാലും കൈകെട്ടി നിൽക്കാൻ ആളുമുണ്ട്. മോളുവാ. പറഞ്ഞ പ്രകാരമുള്ള കരാർ എഴുതിയ മുദ്രപത്രം വായിച്ചു നോക്ക്. അങ്ങോട്ട് കൊടുത്തട്ടെ സുമിത്രേ. വായിച്ചു നോക്ക്. ശേഖരേട്ടൻ വായിച്ചാൽ മതി. നമ്മൾ പറഞ്ഞ ധാരണകളല്ലാതെ മറ്റൊന്നും എഴുതി ചേർത്തിട്ടില്ല. ഇപ്പൊ അഡ്വാൻസ് തരുന്നു 3 മാസം. അതിനകം ഞാൻ പറഞ്ഞ തുക തന്നു തീർക്കും. 12 ലക്ഷം രൂപ തന്നെയാണല്ലോ അല്ലേ? 6 ലക്ഷം. 6 നിങ്ങളുടെ അച്ഛൻ എനിക്ക് തരാനുള്ളതല്ലേ. ആ തുക തന്നു തീർക്കുമ്പോ വീട് ഒഴിയണം. വായിച്ചല്ലോ. എന്നാൽ ഇനി സുമിത്ര ഒപ്പിടണം. അപ്പൊ അഡ്വാൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. വാങ്ങിയാട്ടെ. സുമിത്രേ. ഏട്ടൻ വാങ്ങിക്കും. ഹേയ്, എനിക്കിതിൽ ഇടപാടില്ല. നിന്റെ കൈകൊണ്ടാ വാങ്ങേണ്ടത്. സുമിത്ര വാങ്ങ്, അങ്ങോട്ട് കൊടുക്ക. ഇനി ഒപ്പിട്. ഇതാ. ഇവിടെ ഇവിടെ.
എന്നാ പിന്നെ ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് കോപ്പി ഇവിടെ എത്തിക്കാം. ഓ, എന്നാൽ ഇറങ്ങ്. എന്നാ ശരി. ശരി. ഇങ്ങനെ വിഷമിച്ചിട്ട് എന്താ സുമിത്രേ? ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നായിരിക്കും വിധി. ചിലപ്പോ ഇതോടെ നിങ്ങളെ കഷ്ടകാലം തീരുമായിരിക്കും. ആകെ ഉണ്ടായിരുന്ന വീട് നഷ്ടപ്പെടില്ലേ ശേഖരേട്ട? 3 മാസം ഉണ്ടല്ലോ ഇനിയും. നിന്റെ ഇപ്പോഴത്തെ പ്രയാസം മാറാൻ ഒരു കാര്യം ചെയ്താൽ നന്നായിരിക്കും. പിള്ളേരെ വിളിച്ചോണ്ട് പനക്കിൽ പോയി താമസിക്ക്. 3 മാസമെങ്കിൽ 3 മാസം അത്രേ ആവട്ടെ. എന്താ ഇന്ന് പോണെന്നല്ല ഞാൻ പറഞ്ഞത്. ഒന്ന് ആലോചിക്ക്, എന്നിട്ട് മതി.